ജി എസ് ടി ബില്ല് പൊതുവേ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണല്ലേ. പക്ഷേ ജി എസ് ടി ബില്ല് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ലക്കി ബിൽ വിന്നർ ആവാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കേരള ഗവൺമെൻറ് ജി എസ് ടി ബിൽസ് മേടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കൺസ്യൂമേഴ്സിനിടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ആപ്പാണ് ഈ ഒരു ലക്കി ബിൽ എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്ലേ സ്റ്റോറിൽ പോയി ലക്കി ബിൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വരുന്ന OTP നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. ശേഷം ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ താഴെ കാണുന്ന യെല്ലോ കളറിൽ ഒരു ക്യാമറ ബട്ടൺ ഉണ്ടായിരിക്കും, ഒരു പ്ലസ് സൈനോട് കൂടിയിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ GST അടങ്ങിയിട്ടുള്ള ബില്ല് നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള GST ബില്ലിൻ്റെ നേരയ്ക്ക് ഇത് നീട്ടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് അപ്ലോഡായിട്ട് ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള ഇൻഫർമേഷനൊക്കെ കുറച്ച് ഇതുപോലെ ലോഡായിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ബില്ലിലെ GST നമ്പറും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും, അതായത് ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, പിന്നെ ബിൽ എമൗണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ ആപ്പ് ലോഡ് ചെയ്യുന്നത് കറക്റ്റ് തന്നെ ആണോ എന്നുള്ളത്. അതിനുശേഷം അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ആപ്സിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ സ്ക്രീൻ റെക്കോർഡിങ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതുപോലെയുള്ള ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന GST ബിൽസ് അപ്ലോഡ് ചെയ്യാന്നുള്ള ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ഡൗട്ട്സ് ഇവിടെ ക്ലിയർ ചെയ്യുകയാണ്. എന്താണ് ലക്കി ബിൽ മൊബൈൽ ആപ്പ്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ പൊതുജനങ്ങൾ നൽകുന്ന നികുതി സർക്കാരിലേക്ക് എത്തുന്നു എന്ന് ജനങ്ങൾക്ക് ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു ലക്കി ബിൽ ആപ്പ് എന്ന് പറയുന്നത്. ലക്കി ബിൽ ആപ്പ് എവിടെ നിന്ന് ലഭിക്കും? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ സംസ്ഥാന നികുതി വകുപ്പ് വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലക്കി ബിൽ ആപ്പ് സൗജന്യമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലക്കി ബിൽ ആപ്പ് പൂർണ്ണമായിട്ടും സൗജന്യം തന്നെയാണ്. ലക്കി ബിൽ ആപ്പ് എല്ലാ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാനാവുമോ? ആൻഡ്രോയിഡ് 8-ന് മുകളിലുള്ള എല്ലാ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും വളരെ ലളിതമായി ബില്ലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ലക്കി ബിൽ ആപ്പിലൂടെ സാധിക്കുന്നതാണ്. ബില്ലുകൾ അപ്ലോഡ് ചെയ്യാൻ ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുത്താൽ മാത്രം മതിയാകുമോ? ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ തന്നെ GST നമ്പർ, ഇൻവോയ്സ് നമ്പർ, തീയതി, ഇൻവോയ്സ് തുക എന്നിവ ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണിക്കും. ഏതെങ്കിലും വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കാതിരിക്കുകയോ തെറ്റായി എടുക്കുകയോ ചെയ്താൽ വിവരങ്ങൾ തിരുത്തി സമർപ്പിക്കുക. ഇനി അടുത്തതായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള ഗുണം എന്താണെന്നുള്ളത്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ ലഭിക്കുന്ന ബില്ലുകൾ മാഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ടതായിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നികുതി വകുപ്പ് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നൽകുന്നുണ്ട്. നറുക്കെടുപ്പ് എപ്പോഴാണ് നടത്തുന്നത്? പ്രതിദിന, പ്രതിവാര, പ്രതിമാസ നറുക്കെടുപ്പ് കൂടാതെ ഒരു ബമ്പർ നറുക്കെടുപ്പും ലക്കി ബിൽ ആപ്പിലൂടെ സാധിക്കുന്നതാണ്. കേരളത്തിന് പുറത്തു നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ലുകൾ ലക്കി ബിൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ബില്ലുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ നറുക്കെടുപ്പിൽ ഇത് പരിഗണിക്കുന്നതല്ല. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് സമ്മാനങ്ങൾ എന്നുള്ളത് നോക്കാം. പ്രതിദിന നറുക്കെടുപ്പിൽ വിജയികളാകുന്ന 25 പേർക്ക് കുടുംബശ്രീ നൽകുന്ന 1000 രൂപ മൂല്യമുള്ള ഗിഫ്റ്റ് പാക്കുകളും 25 പേർക്ക് വനശ്രീ നൽകുന്ന 1000 രൂപ മൂല്യമുള്ള ഗിഫ്റ്റ് പാക്കുകളും ലഭിക്കും. കൂടാതെ പ്രതിവാര നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് KTDC ഹോട്ടലുകളിൽ 3 പകൽ അല്ലെങ്കിൽ 2 രാത്രി കുടുംബമായി താമസിക്കാനുള്ള സൗകര്യം, പ്രതിമാസ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം നേടുന്നവർക്ക് 10 ലക്ഷം രൂപയും 2-ാം സമ്മാനം നേടുന്ന 5 പേർക്ക് 2 ലക്ഷം രൂപ വീതവും 3-ാം സമ്മാനം നേടുന്ന 5 പേർക്ക് 1 ലക്ഷം രൂപ വീതവും സമ്മാനം ലഭിക്കും. കൂടാതെ 25 ലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനമുണ്ട്. പിന്നെ അടുത്ത ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഒരു ബില്ല് അപ്ലോഡ് ചെയ്താൽ ഒരു തവണയെ സമ്മാനത്തിന് പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ല, 4 തവണ സമ്മാനത്തിനായി പരിഗണിക്കും. പ്രതിദിന, പ്രതിവാര, പ്രതിമാസ, പിന്നെ അതുപോലെ തന്നെ ബമ്പർ നറുക്കെടുപ്പിൽ ഓരോ തവണ പരിഗണിക്കും. എല്ലാ ബില്ലുകളും സമ്മാനത്തിന് പരിഗണിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇല്ല, കേരളത്തിൽ GST രജിസ്ട്രേഷനുള്ള വ്യാപാരികളിൽ നിന്ന് ലഭിക്കുന്ന ബില്ലുകൾ മാത്രമേ സമ്മാനത്തിന് പരിഗണിക്കുകയുള്ളൂ. മാത്രമല്ല, കച്ചവടക്കാർ തമ്മിൽ നടത്തുന്ന B2B ഇടപാടുകൾക്കൊന്നും ബില്ലുകൾ ഈ ഒരു സമ്മാനത്തിനായിട്ട് പരിഗണിക്കില്ല.
ബില്ലുകളുടെ മൂല്യത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ എന്നുള്ളതായിരിക്കാം മറ്റൊരു ചോദ്യം. ഏത് ബില്ലുകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞത് 200 രൂപ മൂല്യമുള്ള ബില്ലുകൾ മാത്രമേ സമ്മാനത്തിന് പരിഗണിക്കുകയുള്ളൂ. ബില്ലുകളുടെ പരമാവധി മൂല്യത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇല്ല, എത്ര രൂപ മൂല്യമുള്ള ബില്ലുകളും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓരോ 1000 രൂപ മൂല്യത്തിനും ഒരു സമ്മാന കൂപ്പൺ എന്ന നിലയിൽ ഒരു ബില്ലിന് പരമാവധി 20 സമ്മാന കൂപ്പൺ വരെ ലഭിക്കുന്നതാണ്. 1000 രൂപ മൂല്യമുള്ള ബില്ലിനും 15,000 രൂപ മൂല്യമുള്ള ബില്ലിനും ഒരുപോലെയാണോ സമ്മാനം ലഭിക്കാൻ സാധ്യത എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അല്ല, ബില്ലിൻ്റെ മൂല്യം അനുസരിച്ച് നറുക്കെടുപ്പിൽ വിജയിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബില്ലുകൾ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എല്ലാ തരം ബില്ലുകളും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് GST രജിസ്ട്രേഷൻ ഇല്ലാത്തവരുടെയും ബില്ലുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. GST IN നിർബന്ധമല്ല. ബില്ല് നമ്പർ, തീയതി, തുക എന്നിവ നിർബന്ധമാണ്. എന്നാൽ നറുക്കെടുപ്പിന് പരിഗണിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബില്ലുകൾ മാത്രമായിരിക്കും. അതായത് GST ഉള്ള നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബില്ലുകൾ മാത്രമായിരിക്കും സമ്മാനത്തിനായിട്ട് പരിഗണിക്കുന്നത്. ലക്കി ബിൽ നറുക്കെടുപ്പിന് പരിഗണിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി പറയാം. അപ്ലോഡ് ചെയ്യുന്ന ഉപഭോക്താവ് ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്ലോഡ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നായിരിക്കണം. അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഫോട്ടോ ഒറിജിനൽ ബില്ലിൻ്റേത് തന്നെ ആവണം. അല്ലാതെ കൃത്രിമമായി നിർമ്മിച്ചതാവരുത്. പൂർണ്ണമായ ബില്ലിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കണം. സ്വന്തമായി നടത്തിയതോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗം നടത്തിയതോ ആയ പർച്ചേസിൻ്റെ ബില്ലുകൾ മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കേരളത്തിലെ ഒരു രജിസ്റ്റേർഡ് ടാക്സ് പേയർ നൽകിയ ബില്ലായിരിക്കണം അത്. കേരളത്തിൻ്റെ GST കോഡായ 32 ആരംഭിക്കുന്ന GST IN നിന്നും വാങ്ങിയിട്ടുള്ള ബില്ലായിരിക്കണം. ബില്ലിലെ മിനിമം തുക 200 രൂപയായിരിക്കണം. പരമാവധി തുകയ്ക്ക് പരിധിയില്ല. B2B ബില്ലുകളാകാൻ പാടില്ല. സാധനങ്ങൾ വാങ്ങിയതോ സേവനങ്ങൾ സ്വീകരിച്ചതോ ആയ ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ മാത്രമായിരിക്കണം. ഒരു ബില്ല് ഒരു പ്രാവശ്യം മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓഗസ്റ്റ് മുതൽ വിതരണം ചെയ്യുന്ന ബില്ലുകൾ മാത്രമേ നറുക്കെടുപ്പിന് പരിഗണിക്കുകയുള്ളൂ. ഓരോ നറുക്കെടുപ്പിനും പരിഗണിക്കുന്ന ബില്ലുകൾ ബന്ധപ്പെട്ട കാലയളവിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടവയായിരിക്കണം. നറുക്കെടുപ്പിന് ബില്ലുകളുടെ മൂല്യം പരിഗണിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഉപഭോക്താക്കൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലുകളുടെ മൂല്യം കൂടി പരിഗണിച്ചാണ് നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് 200 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഇടയ്ക്ക് മൂല്യമുള്ള ഒരു ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലിന് ഓരോ 1000 രൂപയ്ക്കും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വീതമാണ് നൽകുന്നത്. ഇതിൻ്റെ പട്ടിക ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ബില്ലിന്മേൽ പരമാവധി 20 സാധ്യത വരെ ലഭ്യമാണ്. ഇനി നറുക്കെടുപ്പ് നടത്തുന്ന രീതി എന്താണെന്നുള്ളത് നോക്കാം. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉപയോഗപ്പെടുത്തി നറുക്കെടുപ്പുകൾ പൂർണ്ണമായും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നടത്തുന്നത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബില്ലുകളുടെ ആധികാരികതയും യോഗ്യതാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിനായി ഓൺ സ്ക്രീൻ വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. ഇതിനുശേഷമായിരിക്കും വിജയികളുടെ വിവരം പ്രസിദ്ധീകരിക്കുന്നത്. വിജയികളെ സമ്മാനം അറിയിക്കുന്ന രീതി എന്താണെന്നുള്ളത് നോക്കാം. വിജയികളാകുന്നവരെ ലക്കി ബിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നോട്ടിഫിക്കേഷനായി അറിയിക്കുന്നതാണ്. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റായ kerala-taxes.gov.in EPW വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. വിജയികൾക്ക് സമ്മാനം നൽകുന്ന രീതി എന്താണെന്നുള്ളത് നോക്കാം. കുടുംബശ്രീ, വനശ്രീ എന്നിവയുടെ ഗിഫ്റ്റ് പാക്കുകൾ കൊറിയർ മാർഗം വിജയികൾക്ക് ലക്കി ബിൽ ആപ്പിൽ നൽകിയിരിക്കുന്ന കേരളത്തിലെ അഡ്രസ്സിൽ അയക്കുന്നതാണ്. KTDCയുടെ ഫാമിലി പാക്കേജ് സമ്മാനമായി ലഭിക്കുന്നവർ KTDCയുടെ സെൻട്രൽ റിസർവേഷൻ ഫാസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ രേഖകൾ റിസർവേഷൻ നടത്താവുന്നതാണ്. ഇനി ക്യാഷ് പ്രൈസ് ലഭിക്കുന്നവർക്ക് തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ GST ഡിപ്പാർട്ട്മെൻറ്റിന് നൽകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. 0471 155 300 എന്നുള്ളതാണ് ഈ ഒരു ടോൾ ഫ്രീ നമ്പർ. അപ്പോൾ ഈ ഒരു ലക്കി ബിൽ ആപ്പ് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.